അപ്പോൾ വിചിത്രമായ കുറച്ച് ബസ് സ്റ്റോപ്പുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഈ കവുങ്ങോടൊക്കെ കെട്ടിയുണ്ടാക്കിയുള്ള ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകൾ മുതൽ ഹൈടെക് ബസ് സ്റ്റോപ്പുകൾ വരെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഏതായാലും ലോകത്തിലെ വളരെ വിചിത്രമായ 20 ബസ് സ്റ്റോപ്പുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു MOSTV SWAFVAN. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചിൻ്റെ അടുത്തല്ല, അത് യൂട്യൂബിൻ്റെ ഓരോരോ കളികളാണ്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ആ ബെല്ലൈക്കൺ ഒന്നുകൂടി ബെല്ലൈക്കൺ ഓൺ ആക്കാത്തവർ ബെല്ലൈക്കൺ ഓൺ ആക്കുക. അവിടെ ഓൺ ആക്കുമ്പോൾ അവിടെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങൾ അങ്ങനെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ബസ് സ്റ്റോപ്പ് കുറക്കാവലെ ബസ് സ്റ്റോപ്പാണ്. ഒരു ഡച്ച് കരീബിയൻ ദ്വീപാണിത്. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഭയങ്കര കോമഡിയാണ്. പ്രത്യേകിച്ച് ഒരു ചിലവില്ലാതാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് വെറുതെ 2-3 കസേരകൾ അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടമായിട്ട് 2-3 കസേരകൾ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഇതൊരു ബസ് സ്റ്റോപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബസ് ഷെൽട്ടർ എന്നുള്ള ഒരു ബോർഡ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി അതൊരു ബസ് സ്റ്റോപ്പ് ആവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ബസ് സ്റ്റോപ്പിൽ വെയിലൊള്ളാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തണലിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മിച്ചെന്നൊന്നും പറയാനില്ല, 2-3 കസേര ഉള്ളൂ. ഏതായാലും ലോകത്തെ വളരെ ഫണ്ണായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. അടുത്തത് നോർവേയിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. കണ്ടിട്ട് മരം കൊണ്ട് നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പാണ് തോന്നുന്നു. പിന്നെ ബസ് സ്റ്റോപ്പിന്റെ മുകൾ ഭാഗത്തൊക്കെ കാട് കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ കുറച്ച് ലെറ്റർ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. അടുത്തത് തായ്ലാൻഡിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോണത്. തായ്ലാൻഡിലെ പായിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ളതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് എന്നതാണ് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പാടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭയങ്കര രീതിയിൽ നല്ല പച്ചപ്പുള്ള ഒരു കാഴ്ചയാണ്. പൂർണ്ണമായിട്ടും നല്ല പച്ചപ്പുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കിട്ടുക. നല്ലൊരു വ്യൂ ആണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടുക. അപ്പോൾ സാധാരണ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ബസ് എപ്പോഴാണ് വരിക, അടുത്ത ബസ് എപ്പോഴാന്നുള്ള അങ്ങനെയുള്ള ഓരോ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കലാണ് സാധാരണ എല്ലാ ബസ് സ്റ്റോപ്പിലും. പക്ഷേ ഈ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആർക്കും ഇവിടെ നല്ല ബോറടിച്ചില്ല. അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടുന്നത്. പഴയ വീടുകളെ പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് അവിടെ നിലവിലുണ്ടോ എന്നും നമുക്കറിയില്ല. ഏതായാലും അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നു ഇത്. ഇത് ഒമാനിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഒരു പള്ളിയുടെ ലുക്കിലൊക്കെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് വലിയ രീതിയിലൊരു പ്രത്യേകത കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കാണുമ്പോൾ ഒരു ചെറിയൊരു മിനി കൊട്ടാരം പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. അടുത്തത് ഇംഗ്ലണ്ടിലെ നോർത്തംപ്ടണിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഒരു കുറച്ച് കലാവാസമുള്ള കുറച്ച് ആൾക്കാർ ചെയ്താണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. കാരണം കംപ്ലീറ്റ് ആയിട്ടും ഒരു ആർട്ട് നിങ്ങൾക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കാണാൻ സാധിക്കും. ഇനി സ്വിറ്റ്സർലാൻഡിലെ ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോണത്. അവിടുത്തെ ബേണി ഷോപ്പർലാൻഡ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്. നമ്മൾ കണ്ടാൽ ഒരിക്കലും ഇതൊരു ബസ് സ്റ്റോപ്പ് ആണ് എന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ ആരും പറയില്ല. കണ്ടാൽ നമുക്കൊരു വീടാണ് എന്നൊക്കെ തോന്നുള്ളൂ. കാരണം അങ്ങനെ രീതിയിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. പോരാത്തതിന് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്തൊക്കെ അവർ പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അടുത്തത് ബ്രസീലിലെ കുർത്തിവ സിറ്റിയിലുള്ള കുറച്ച് ബസ് സ്റ്റോപ്പുകളാണ്. ഈ ബസ് സ്റ്റോപ്പുകൾ ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഷേപ്പിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബസ്സിലാണോ കയറുന്നത് ആ ഒരു ബസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ബസ് സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ ആ ഒരു ബസ്സിനുള്ള ചാർജ്, യാത്രാ ചാർജ് കൊടുക്കാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ പറ്റും. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ബസ് വരുമ്പോൾ ബസ്സിലേക്ക് നേരിട്ട് കയറാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അടുത്തത് ജപ്പാനിലെ കോങ്കായിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ബസ് സ്റ്റോപ്പുകളാണ്. ഈ ബസ് സ്റ്റോപ്പിന്റെ പ്രത്യേകത ഇതിന്റെ ഷേപ്പ് തന്നെയാണ്. പലതരം ഫ്രൂട്ടുകളുടെ ഷേപ്പിലാണ്, ഫ്രൂട്ടുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് ആ ഒരു രീതിയിലാണ് ഇവർ ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ജപ്പാനിൽ ഇതേപോലെ ഒരുപാട് പലതരം ഫ്രൂട്ടുകളുടെ ബസ് സ്റ്റോപ്പുകൾ 14ഓളം ബസ് സ്റ്റോപ്പുകൾ ഇങ്ങനെ ഈ രീതിയിലുണ്ട്. നമ്മുടെ അടുത്ത ബസ് സ്റ്റോപ്പ് സ്കോട്ട്ലാൻഡിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. സ്കോട്ട്ലാൻഡിലെ ബോബീസ് ബസ് ഷെൽട്ടർ എന്നറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പ് സാധാരണ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് അല്ലേ. നമ്മൾ ബസ്സിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. ഈ ബസ് സ്റ്റോപ്പിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. സ്കോട്ട്ലാൻഡിലെ ഷെറ്റ്ലാൻഡിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു റൂം സെറ്റപ്പാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കടന്നുറങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ TV, റേഡിയോ അങ്ങനെയുള്ള നമുക്ക് റൂമിലുണ്ടാകേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ബസ് സ്റ്റോപ്പിലുണ്ട്. അടുത്ത ബസ് സ്റ്റോപ്പ് എസ്റ്റോണിയയിലാണ്. എസ്റ്റോണിയയിലെ സാരിമയിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് പൂർണ്ണമായിട്ടും മരം കൊണ്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബസ് സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും. പല ജീവികളുടെയും നല്ല രീതിയിലുള്ള ശില്പങ്ങളും അങ്ങനെയുള്ള ഒരു കൊത്തുപണിയൊക്കെ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത്.
അടുത്ത ബസ് സ്റ്റോപ്പ് റഷ്യയിലെ ഒരു ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. റോബോട്ടിക് ഡിസൈനിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചത് തുരുമ്പിച്ച ഇരുമ്പ് കൊണ്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തത് ഓസ്ട്രിയയിലെ ക്രുംബച്ചിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ബസ് സ്റ്റോപ്പാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് വടികളൊക്കെ ഇവിടെ കുത്തിവെച്ച പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് വടികളല്ല, സ്റ്റീൽ റോഡുകളാണ്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് പൂർണ്ണമായിട്ടും സ്റ്റീൽ റോഡുകൾ കൊണ്ടാണ്. അതിനടുത്ത് നിങ്ങൾക്ക് ഒരു മരം കൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ജപ്പാനീസ് ആർക്കിടെക്റ്റാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഡിസൈൻ ചെയ്തത്. പിന്നെ 2014 ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബാൾട്ടിമോറിലെ ഒരു ടൈപ്പോഗ്രഫിക്കൽ ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോണത്. ഈ ഒരു ബസ് സ്റ്റോപ്പിന് പ്രത്യേകത ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ്. ആ ഒരു ടൈപ്പോഗ്രഫിക്കൽ രീതിയിലാണ് അവർ ചെയ്തത്. ബസ് എന്ന വേർഡ് തന്നെ അവർ ബസ് സ്റ്റോപ്പായിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് മരം കൊണ്ടാണ്. ഇപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ഓസ്ട്രേലിയയിലെ ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ എവർട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത്. റൂഫ് ഷീറ്റ് കൊണ്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു സെറ്റപ്പ്, അവിടെ നിങ്ങൾക്ക് സോഫ ഒക്കെ കാണാൻ സാധിക്കും. ബസ്സിന് കാത്തിരിക്കേണ്ടവർക്ക് അവിടെ സോഫയിലൊക്കെ കിടക്കുക ഇരിക്കുക എന്തോ ചെയ്യാം. അടുത്തത് UK സൂറയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ഇതൊരു ബാത്റൂം ബസ് സ്റ്റോപ്പാണ് എന്ന് നമുക്ക് പറയാം. കാരണം അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പബ്ലിക് ഓപ്പൺ ടോയ്ലറ്റ് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കാണാൻ സാധിക്കും. 2015 ഇതിവിടെ വന്നത്. പക്ഷെ ആരാണ് ഇതിവിടെ കൊണ്ടുപോയി വെച്ചത്, ആരാണ് ഇതിവിടെ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഇന്നേവരെ ആർക്കും അറിയില്ല. ഇതിൻ്റെ ഒറിജിൻ അറിയില്ല എന്ന് തന്നെ പറയാം. അടുത്തത് ഫുട്ബോൾ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. കാരണം ഇതൊരു ഗോൾ പോസ്റ്റിൻ്റെ രീതിയിലാണ് നിർമ്മിച്ചത്. ബ്രസീലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ബ്രസീലിലെ സാവോ പോളയിലാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അവർ വേൾഡ് കപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ രീതിയിൽ ഒരു ഗോൾ പോസ്റ്റിൻ്റെ രീതിയിൽ ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നിർമ്മിച്ചത്. അടുത്തത് AC ഉള്ള നല്ലൊരു എയർ കണ്ടീഷൻഡ് ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോണത്. ദുബായിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ എല്ലാ AC കൗണ്ടറിനെ പോലെ തന്നെ ഗ്ലാസ് കൊണ്ടൊക്കെ മറച്ച രീതിയിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നോക്കിയപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ ഒരു AC ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ പോലെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് അല്ല, അത് പ്ലാസ്റ്റിക് കർട്ടനൊക്കെ മറച്ച രീതിയിൽ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്, ഒരു AC ബസ് സ്റ്റോപ്പാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കോ വർക്കാവുമെന്ന് എനിക്കറിയാം. ഏതായാലും അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ന്യൂസിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയെങ്കിൽ, ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് ഗ്രീസിലെ ഒരു സ്കൂൾ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത 3 പഴയ സ്കൂൾ ബസ് കൊണ്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂൾ പോകുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. അടുത്തത് ലണ്ടനിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത യാത്രക്കാർക്ക് ഇരുന്ന് ആടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതായത് ഒരു സ്വിംഗ് ബസ് സ്റ്റോപ്പാണിത്. ഇവിടെ നിങ്ങൾക്ക് ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കാണാൻ സാധിക്കും. ആ ഒരു രീതിയിൽ നിർമ്മിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ലണ്ടനിലെ ഈ ഒരു ബസ് സ്റ്റോപ്പ്. അപ്പോൾ 20ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ലോകത്തിലെ വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് ബസ് സ്റ്റോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.